അപ്പൊ ഇപ്പൊ പാട്ട് പാടുന്നു വന്നല്ലോ, അപ്പൊ നമുക്ക് വേണ്ടിട്ട് പാട്ട് പാടാൻ പറ്റുമോ? അയ്യോ, ഇഷ്ടമുള്ള പാട്ടാണ്. ഗുരുക്കളുടെ ഇത് പഠിച്ചിട്ട് വരുന്നല്ലേ. ഇത് പാട്ട് പാടും. രാജഹംസമേ മഴവിൽ കൊടിയിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ? എവിടെ എൻ്റെ സ്നേഹനായകൻ? ഓ രാജഹംസമേ. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ നമുക്കൊരു പുതിയൊരു ആക്ടറിനെ പുറമെ ഒരു ഫീമെയിൽ സിംഗറും കൂടിയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊക്കെ പാടും. എന്നാലും ഇപ്പൊ നമ്മളെ മിക്ക ആക്ടേഴ്സും പാട്ടും പാടുന്നവരുണ്ട്. അപ്പൊ ആ രീതിയിൽ സേഫ് ആണല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഭാവിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ. ഇപ്പൊ പൊതുവെ ഞാൻ നീതുവിനെ കണ്ടപ്പോ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമുക്കിപ്പോ മിക്ക ആൾക്കാരും ഇപ്പൊ ആക്ടിങ്ങിലോട്ട് വരുവാണെങ്കിലും നാടൻ വേഷം ചെയ്യുമെങ്കിലും റിയൽ ലൈഫിൽ മിക്കവരും മോഡേൺ ആയിട്ടാണ് നടക്കാറ്. അപ്പൊ അത് നീതു അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പൊ പേഴ്സണലി ഞാൻ എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സാരി ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ പണ്ടത്തെ മലയാളം മൂവീസ് കണ്ടിട്ടില്ല, ഭയങ്കര ക്ലാസിക് ആയിട്ട് ഒരു എന്താ പറയാ, ഇപ്പൊ ഒരുപാട് ആൾക്കാര് ഒരു എഴുത്തില് പറയാറില്ലേ പെൺഭംഗി, അങ്ങനത്തെ രീതിയിലൊക്കെ പറയാറില്ലേ. അപ്പൊ ആ ഒരു ടൈപ്പ് ക്യാരക്ടർ വരണമെന്ന് ആഗ്രഹം ഉണ്ടോ? അല്ല, ഇന്ന ടൈപ്പ് ക്യാരക്ടർ എന്നല്ല, നമുക്ക് എല്ലാ ടൈപ്പ് ക്യാരക്ടറും കൂടുതൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീതുവിന് നാടൻ നാടൻ കഥാപാത്രങ്ങൾ ചേരുന്നതിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോ പണ്ടത്തെ ആൾക്കാരൊക്കെ എഴുതാറില്ലേ, ഒരു സ്ത്രീ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വർണ്ണനയിൽ എഴുതാറില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരണം ആഗ്രഹം. അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അത് നമ്മള് കാസ്റ്റ് ചെയ്യുന്ന ഡയറക്ടറും അവർക്ക് തോന്നണമല്ലോ ഈ ക്യാരക്ടറിന് ചേരും, കറക്റ്റ് ആണ്. അത് അവർക്ക് തോന്നണം. അപ്പൊ നമ്മുടെ മൂവി ആണെങ്കിലും റിലീസിന് ഒരുങ്ങുകയാണ് സെപ്റ്റംബർ 19th. അപ്പൊ എന്താ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാനുള്ളത്? പ്രേക്ഷകരോട് എല്ലാരും മൂവി കാണണം, സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അത്ര തന്നെ. ഈ പറഞ്ഞ പോലെ തന്നെ മൂവി ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നീതുവും പുതിയ പല ക്യാരക്ടേഴ്സ് നമ്മുടെ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.